ഖബറിൻ്റെ അകത്ത് ചോദ്യമുള്ളത് സത്യമാ, അത് വിശ്വസിക്കേണ്ടുന്നതും നിർബന്ധമാ. ഖുർആൻ ശരീഫിൽ തന്നെ സൂചനയുള്ളതാ, സൂറത്ത് ഇബ്രാഹിം അതിൽ കാണുന്നതാ. കൂടാതെ തന്നെ ഹദീസുകൾ പെരുത്തുണ്ട്, എണ്ണുന്ന പക്ഷം 70-നടുത്തുണ്ട്. അതിലേക്ക് 2 മലക്കുകൾ ഉണ്ടെന്നതും മുൻകർ നക്കീർ എന്നാണ് നാമം എന്നതും, കണ്ടാൽ വിറക്കും രൂപമാണ് അവർക്കുള്ളതും എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും. റബ്ബേത് നബി ഏതാണ്, ദീനും ഏതാ, ചോദ്യം ഇതാണ് അതിനുത്തരം ചെയ്യേണ്ടതാ. എനിക്കുള്ള റബ്ബല്ലാഹു ജല്ല ജലാലുഹു, നബി മുസ്തഫ ദീനൻ്റെ ഇസ്ലാം ദീനുഹു. മറുപടി ഇതാ നൽകുന്നതെന്നാൽ എന്നും അതിരറ്റ സുഖമാ ജീവിതം പിന്നെന്നും, സ്വർഗത്തിലേക്കൊരു വാതിലപ്പോൾ തന്നെ തുറക്കുന്നതാണെന്ന ഹദീസിൽ പൊന്നേ. അനസ് എന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ, അവർക്കത് തമീമുദ്ദാരിയിൽ നിന്നുള്ളതാ. തലഭാഗത്തിൽ നിൽക്കുന്നതാ മലക്കൊന്ന്, കാൽഭാഗത്തിൽ നിൽക്കുന്നതാ പിന്നൊന്ന്, കാൽഭാഗത്തുള്ളവരാ സുആൽ ചെയ്യുന്നത് എന്നും അഹ്മദുൻ നഫറാനിയാ പറയുന്നത്. ഇതുപോലെ തന്നെ മശാരിഖിൽ പറയുന്നതാ, 25-ൽ നോക്കിയാൽ കാണുന്നതാ, അത് 7 ദിവസം നീണ്ടു നിൽക്കും എന്ന് സുബ്കി ഇമാമും വ്യക്തമായി പറയുന്നു. അത് ഏത് ഭാഷയിലാണ് അതിൽ ഖൗലുള്ളതാ, അറബിയത്തും അഅജമിയത്തും പറയുന്നതാ. വിശ്വാസപരമായി മാത്രമാ ചോദിക്കലും എന്നാ മശാരിഖ് പേജ് 25-ലും.